വെൽക്കം ബാക്ക്. ഫൈനൽ അക്കൗണ്ട്സിൻ്റെ ഒരു പ്രോബ്ലവും മുമ്പേ നമ്മൾ ഒരു പ്രോബ്ലം നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചാപ്റ്ററിലെ രണ്ടാമത്തെ എസ്സേ ടൈപ്പ് പ്രോബ്ലവും അതിൻ്റെ സൊല്യൂഷനും ആയിരിക്കും. സൊല്യൂഷൻ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യില്ല. ഞാൻ കഷ്ടമുള്ള നിങ്ങൾക്ക് ഡിഫിക്കൽട്ടാണെന്ന് തോന്നുന്ന കാര്യത്തിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. ഏറ്റവും ലാസ്റ്റ് അതിൻ്റെ സൊല്യൂഷൻ സ്ക്രീനിൽ കാണിക്കും. ബാക്കി നിങ്ങൾ ചെയ്യണം. ഓക്കെ, സോ ദ ക്വസ്റ്റ്യൻ ഇസ് ദർ ഓൺ ദ സ്ക്രീൻ. ഈ ക്വസ്റ്റ്യനിൽ ഒരു പ്രത്യേകത, പ്രപ്പോസ്ഡ് ഡിവിഡൻറ്റിൻ്റെ അപ്ലിക്കേഷൻ വരുന്നുണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചറിൻ്റെ അപ്ലിക്കേഷൻ വരുന്നുണ്ട്, ദെൻ പല സംഭവങ്ങളും ട്രയൽ ബാലൻസിൽ മാത്രം തന്നിട്ടുണ്ട്. സോ അതൊക്കെ എവിടെ എടുത്തെഴുതണം, അങ്ങനെ വരുന്ന കുറച്ച് കാര്യങ്ങൾ ഈ പ്രോബ്ലത്തിനകത്തുണ്ട്. മെയിനായിട്ട് ഇതിൽ പറയാനുള്ളത് നമ്മുടെ പ്രപ്പോസ്ഡ് ഡിവിഡൻറ്റിൻ്റെ ഒരു കാര്യമാണ്. ഓക്കെ, സോ ഞാൻ ക്വസ്റ്റ്യൻ നോക്കുകയാണ്. ഞാൻ ഓൾറെഡി വായിച്ചിട്ടുണ്ട്. നിങ്ങൾ വീഡിയോ ഒന്ന് പോസ് ചെയ്യുക, മുഴുവനായിട്ട് ഒരു പ്രാവശ്യം വായിക്കാം. ഓക്കെ, എന്നാലേ യൂസ് ഉള്ളൂ. ജസ്റ്റ് എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് നിങ്ങളൊന്ന് കണ്ണോടിച്ചിട്ട് വായിക്കാം. ഓക്കെ ഓക്കെ, വായിച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പം ഞാൻ കണ്ടിന്യൂ ചെയ്യുകയാണ്. ശ്രീദേവി ലിമിറ്റഡ് കമ്പനിയുടെ ഡീറ്റെയിൽസ് ആണ് തന്നിരിക്കുന്നത്. അവരുടെ രജിസ്റ്റേർഡ് ക്യാപിറ്റൽ 5 lakh ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, സോ അതിൽ രജിസ്റ്റേർഡ് ക്യാപിറ്റൽ 5 lakh എന്ന് പറയുന്നുണ്ട്. സോ ക്വസ്റ്റ്യൻ ഓൾറെഡി നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ക്വസ്റ്റ്യൻ്റെ ക്രെഡിറ്റ് സൈഡിൽ, ട്രയൽ ബാലൻസിൽ ക്രെഡിറ്റ് സൈഡിൽ നാലാമത്തെ ഐറ്റം ആയിട്ടും നിങ്ങൾക്ക് ഷെയർ ക്യാപിറ്റൽ കാണാം. ഞാനിവിടെ നോട്ട്സ് എഴുതുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഞാനിവിടെ ഇക്വിറ്റീൻ്റെ അണ്ടറിൽ വരുന്ന ഷെയർ ക്യാപിറ്റൽ അല്ലെ ഇക്വിറ്റി ക്യാപിറ്റലിൻ്റെ നോട്ടാണ് വരയുന്നത്, ഇക്വിറ്റി ക്യാപിറ്റലിൻ്റെ. അപ്പം നോട്ട്സ് വരയുമ്പം ഞാൻ ആദ്യം ഇവിടെ ഇങ്ങനെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ 5 lakh എന്ന് എഴുതണം. എത്ര ഷെയർ ഓഫ് റുപ്പീസ് 5,000 ഷെയർ ഓഫ് റുപ്പീസ് 100 ഈച്ച് എന്ന് പറഞ്ഞ് 5 lakh കാണിച്ചു. ഇങ്ങനെ ഒരു വരയിട്ടു. ബിക്കോസ് ഞാൻ ഇത് എടുക്കില്ല, കാരണം എനിക്ക് വേറൊരു ഷെയർ ക്യാപിറ്റൽ ട്രയൽ ബാലൻസിനകത്ത് തന്നിട്ടുണ്ട്. അതെൻ്റെ ഇഷ്യൂഡ് ക്യാപിറ്റൽ ആയിരിക്കാം, വേറെ ഒന്നും പറയുന്നില്ലല്ലോ. ഓക്കെ, ഓൾറെഡി ഞാൻ ക്വസ്റ്റ്യൻ വായിച്ചുകൊണ്ടാണ് എഴുതുന്നത്. നിങ്ങളും വായിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഇതാണ് നിങ്ങളുടെ ഷെയർ ക്യാപിറ്റലിൻ്റെ നോട്ട്സ്. അപ്പോൾ ഇത് നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് എടുത്തെഴുതുമ്പോൾ, ഫോർ എക്സാമ്പിൾ നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് എടുത്തെഴുതുമ്പോൾ നമ്മൾ ഈ 2 lakh ആണ് എടുക്കുക. ഇത് നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് കൊണ്ടുവരില്ല. ബാലൻസ് ഷീറ്റിൽ ഏത് മാത്രമേ കാണിക്കൂ, അതായത് ഷെയർ ക്യാപിറ്റലിൻ്റെ ടോട്ടൽ വിൽ ബി 2 lakh ഓൺലി, അല്ലാണ്ട് 5 lakh എഴുതാൻ പാടില്ല. ദിസ് ഇസ് ദ ഫസ്റ്റ് പോയിന്റ്. ഓക്കെ, ക്വസ്റ്റ്യൻ ഞാൻ വായിക്കുകയാണ്. നെക്സ്റ്റ് കം ബിൽഡിംഗ് ആൻഡ് മെഷീനറി. ബിൽഡിങ്ങും മെഷീനറിയും രണ്ടും ഫിക്സഡ് അസറ്റ് ആണ്. ഫിക്സഡ് അസറ്റ് എന്നുള്ള ഒരു പേരൊന്നും നമ്മുടെ ബാലൻസ് ഷീറ്റിനകത്തില്ല. നോൺ കറണ്ട് അസറ്റ് എന്ന് വിളിക്കും. പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് അണ്ടറിൽ വരും. ഓക്കെ, ഇതിന് ഡിപ്രിസിയേഷൻ റിലേറ്റ് ചെയ്ത്, ഈ രണ്ട് ഐറ്റത്തിനും ഡിപ്രിസിയേഷൻ റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് പിറകിൽ നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ വരാനുണ്ട്. ഓക്കെ, നെക്സ്റ്റ് കം ക്ലോസിംഗ് സ്റ്റോക്ക്. ഞാൻ ഇവിടെ എഴുതുവാണ്. നിങ്ങൾ നോട്ട്സൊക്കെ വഴിക്കൽ ചെയ്യണം. ഞാൻ അതൊക്കെ എൻ്റെ സ്ക്രീൻഷോട്ട് ഇടും. ഞാനിപ്പം എല്ലാ വർക്കിങ്സും ഞാൻ എൻ്റെ സൗകര്യത്തിന് ഒരു പേജിൽ ചെയ്യുന്നതെന്ന് മാത്രം. ഓക്കെ, ഇതിൻ്റെ അണ്ടറിൽ ഇത് കൊണ്ടോ എഴുതരുത്. നിങ്ങൾ നോട്ട്സൊക്കെ 1, 2, 3 എന്നിട്ട് അതിൻ്റെ ഓർഡറിൽ ചെയ്യണം. ഓക്കെ, ക്ലോസിംഗ് സ്റ്റോക്ക് ഇസ് ഗിവൺ ഇൻ ദിസ് തിങ്. ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ട്രയൽ ബാലൻസിലാണ് കാണിക്കുന്നതെങ്കിൽ ബാലൻസ് ഷീറ്റിൽ ഇൻവെൻട്രിക്കകത്ത്, കറണ്ട് അസറ്റിൽ ഇൻവെൻട്രിക്കകത്ത് ക്ലോസിംഗ് സ്റ്റോക്ക് കാണിക്കണം. മോസ്റ്റ്ലി ക്ലോസിംഗ് സ്റ്റോക്ക് ട്രയൽ ബാലൻസിനകത്ത് തന്നിട്ടുണ്ടെങ്കിൽ ആ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ പർച്ചേസിന് പകരം അഡ്ജസ്റ്റഡ് പർച്ചേസ് ആയിരിക്കും ഉണ്ടാവുക എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, മാക്സിമം. ഓക്കെ, ഞാൻ 100% ഗ്യാരണ്ടി ഒന്നും തരുന്നില്ല. പർച്ചേസ് ആണെങ്കിൽ പർച്ചേസ്, നിങ്ങൾക്ക് പർച്ചേസ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാം. ബട്ട് മോസ്റ്റ് പ്രോബബ്ലി അഡ്ജസ്റ്റഡ് പർച്ചേസ് ആയിരിക്കും തന്നത്. സോ ഇവിടെ തന്നിരിക്കുന്നത് അഡ്ജസ്റ്റഡ് പർച്ചേസ് ആയ 2,10,000 ആണ്. ഈ കേസിൽ നിങ്ങൾക്ക് ട്രയൽ ബാലൻസിനകത്ത്, TB ഞാൻ എഴുതിയിരിക്കുന്നത് ട്രയൽ ബാലൻസിനകത്ത് ഓപ്പണിംഗ് സ്റ്റോക്കിനെ കാണാൻ പറ്റില്ല. ഒന്ന് തപ്പിക്കോ, ഇതിനകത്തൊന്നും ആരുമില്ല. ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടോ? ഇല്ല. ഓക്കെയാണ്. സോ ഞാൻ പറഞ്ഞ പ്രകാരം ചെയ്യുവാണെങ്കിൽ ബാലൻസ് ഷീറ്റിനകത്ത് ഈ 90,000 എഴുതണം. അഡ്ജസ്റ്റഡ് പർച്ചേസ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നമ്മൾ പർച്ചേസ് എഴുതുന്ന സ്ഥലത്ത് എഴുതണം. ഓപ്പണിംഗ് സ്റ്റോക്ക് എവിടെയും കാണിക്കേണ്ട. ക്ലോസിംഗ് സ്റ്റോക്കും സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് P&L അക്കൗണ്ടിൽ കാണിക്കേണ്ട കാര്യം ഇല്ല. ഓക്കെ, ഇതുവഴി നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. ഓക്കെയാണ്. ബട്ട് നിങ്ങൾ അവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് എടുക്കുക. എല്ലാവരും അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കുക. അഡ്ജസ്റ്റ്മെൻറ്റിൽ ഒന്നാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത് ഇത് ചെയ്താൽ ശരിയാണ്, ദിസ് ഈസ് റൈറ്റ്, ബട്ട് ഐ വിൽ ഷോ യു ദ ഡിഫറൻസ്. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ക്ലോസിംഗ് സ്റ്റോക്ക് ഇസ്
മോർ ദാൻ ഓപ്പണിംഗ് സ്റ്റോക്ക് ബൈ 90,000 80,000 റൈറ്റ്. 80,000 ഓപ്പണിംഗ് സ്റ്റോക്കിനേക്കാൾ 80,000 കൂടുതലാണ് ക്ലോസിംഗ് സ്റ്റോക്ക്. സോ ഇങ്ങനെയല്ലേ എഴുതുക? ഓപ്പണിംഗ് സ്റ്റോക്കിനേക്കാൾ 80,000 കൂടുതലാണ് ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്ക് ഇസ് 90,000. സോ ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാ? ഇത് ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് ആവും. സോ ഓപ്പണിംഗ് സ്റ്റോക്ക് ഇസ് 10,000. ഓക്കെ, ഓപ്പണിംഗ് സ്റ്റോക്കിനേക്കാൾ 8,000. അപ്പോൾ 10,000 പ്ലസ് 80,000 90,000 കിട്ടി. സോ ദിസ് ഈസ് യുവർ ഓപ്പണിംഗ് സ്റ്റോക്ക് ആൻഡ് ദിസ് ഈസ് യുവർ ക്ലോസിംഗ് സ്റ്റോക്ക്. കിട്ടിയേ? ഓക്കെ. നൗ അഡ്ജസ്റ്റഡ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇക്വേഷൻ എന്താ? പർച്ചേസ് പ്ലസ് ഓപ്പണിംഗ് സ്റ്റോക്ക് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. അഡ്ജസ്റ്റഡ് പർച്ചേസ് എത്രയാ? 2,10,000 ഈസ് ഈക്വൽ ടു പർച്ചേസ് എനിക്ക് അറിഞ്ഞൂടാ, ഓപ്പണിംഗ് സ്റ്റോക്ക് ഞാനിപ്പോൾ കണ്ടുപിടിച്ചു, ആൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓൾസോ എനിക്കറിയാം. ഇത് സോൾവ് ചെയ്താൽ ഇത് ഇങ്ങോട്ട് വരുമ്പം പ്ലസ് ഇപ്പുറം പോകും മൈനസ് ആവും, മൈനസ് ഇപ്പുറത്തേക്ക് വരുമ്പം പ്ലസ് ആവും. സോ ഇത് സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് പർച്ചേസ് കിട്ടും 2,90,000 കിട്ടും പർച്ചേസ്. ഓക്കെ ആണേ? ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് P&L അക്കൗണ്ടിൽ അഡ്ജസ്റ്റഡ് പർച്ചേസ്, അതായത് 2,10,000 മാത്രമേ എവിടെ വരൂ? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് P&L അക്കൗണ്ട്. ഇനി നമ്മൾ മുന്നേ പഠിച്ച പ്രകാരം ചെയ്ത് നോക്കാം. ഞങ്ങൾ ആദ്യം പർച്ചേസ് ഇവിടെ എഴുതുന്നു 2,90,000. ഓക്കെ, ഇനി ഞാൻ ചേഞ്ച് ഇൻ ഇൻവെൻട്രിന്ന് ഹെഡിങ് കൊടുത്തു. ഞാൻ ആദ്യം ക്ലോസിംഗ് സ്റ്റോക്ക് എഴുതി, ദെൻ ഞാൻ ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതി. ഇത് രണ്ടും തമ്മിൽ മൈനസ് ചെയ്തു. എന്നിട്ട് ഇതിൽ ക്ലോസിംഗ് സ്റ്റോക്ക് കൂടുതലായതുകൊണ്ട് ഇതിനെ ഞാൻ നെഗറ്റീവായിട്ട് കണ്ടു. അപ്പോൾ ഇത് നെഗറ്റീവ്, സോ ഇത് രണ്ടും മൈനസ് ചെയ്ത് ഐ വിൽ ഗെറ്റ് 2,10,000. സോ ഇങ്ങനെ ചെയ്താലും സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ എത്രയാണ് നിങ്ങൾക്ക് എഫക്റ്റ് വരുന്നത്? 2,10,000. എനിക്ക് ഇഷ്ടമുള്ള മെത്തേഡ് ഫോളോ ചെയ്യാം, ഇതും ചെയ്യാം. ഈ ഒരു സെൻറ്റൻസ് ഇവിടെ തന്നതുകൊണ്ടാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇത് ഈ ഒരു വഴിയിൽ ചെയ്തിരിക്കുന്നത്. ബട്ട് ഒരാവശ്യമില്ല, നമുക്ക് നേരിട്ട് ഇവിടെ എഴുതിയാലും നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നതിന് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല ഇങ്ങനെ തരുമ്പോൾ. ബട്ട് ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ കണ്ടു, എങ്ങനെ ചെയ്താലും ആൻസർ സെയിം എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ ഈ ഒരു ഇതും എക്സ്പ്ലെയിൻ ചെയ്തു, ഇതും എക്സ്പ്ലെയിൻ ചെയ്തു. ഓക്കെ, രണ്ടെണ്ണം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നൗ നെക്സ്റ്റ് കം സാലറി. സാലറി എന്താണോ? എംപ്ലോയ് ബെനിഫിറ്റ് എക്സ്പെൻസ് പറയുന്നില്ല. ഡയറക്ടർ ഫീ, ഒരിക്കലും ഡയറക്ടർ ഒരു എംപ്ലോയി ആണെന്ന് ട്രീറ്റ് ചെയ്യാൻ പാടില്ല. ഡയറക്ടർ ഫീ അതർ എക്സ്പെൻസിൽ എഴുതണം. ഓക്കെ, റെൻറ്റ് അതർ എക്സ്പെൻസ്. ഡിപ്രിസിയേഷൻ 20,000. ഓക്കെ, ഇവിടെ എഴുതുവാണേ. ഡിപ്രിസിയേഷൻ ഓക്കെ 20,000. ഈ ഡിപ്രിസിയേഷൻ റിലേറ്റ് ചെയ്തിട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ സെക്ഷനിൽ കാണാം. യോർ അഡ്ജസ്റ്റ്മെൻറ്റ് നമ്പർ ഡി എന്ന് എഴുതിയിട്ട് ക്വസ്റ്റ്യനിൽ കാണാൻ പറ്റുന്നില്ലേ? ഡിപ്രിസിയേഷൻ എക്സ്പെൻസ് ഇൻക്ലൂഡ്സ് ഡിപ്രിസിയേഷൻ 8,000 ഫോർ എന്തിനാ? ബിൽഡിങ്ങാ? ബിൽഡിംഗ്. ആൻഡ് 12,000 ഫോർ മെഷീനറി. ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ്മെൻറ്റിനകത്തും കാണാം. നോർമലി ഒരു കുട്ടി എന്താ ചെയ്യാന്ന് വെച്ചാൽ ഡിപ്രിസിയേഷൻ അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിരിക്കുന്നു, റൈറ്റ്? അപ്പം ഞങ്ങൾ ഇവിടെ രണ്ട് സ്ഥലത്ത് എഴുതണം. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിലും അതത് അസറ്റിൽ നിന്ന് ലെസ് ചെയ്യണം, റൈറ്റ്? അസറ്റിൽ നിന്ന് ലെസ് ചെയ്യണം. പക്ഷേങ്കിൽ ഇവിടെ നന്നായി ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇത് ട്രയൽ ബാലൻസിനകത്ത് തന്നിരിക്കുന്ന 20,000 ആണ്. ട്രയൽ ബാലൻസിലാണ് ഏത് തന്നിരിക്കുന്നത്? ഈ 20,000ത്തിൻ്റെ ഡീറ്റെയിൽഡ് വേർഷൻ, അതായത് ഈ 20,000 ഇതാണ് എന്നുള്ളത് മാത്രമാണ് അഡ്ജസ്റ്റ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത്. ഈ 20,000ത്തിൽ 8,000 ബിൽഡിങ്ങിൻ്റെയും 12,000 മെഷീനറിൻ്റെയും എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഇത് അഡ്ജസ്റ്റ്മെൻറ്റിലല്ല, ഇത് രണ്ട് സ്ഥലത്ത് എഴുതേണ്ട ഒരു കാര്യമില്ല. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ മാത്രമാണ് ഇത്. ഓക്കെയാണ്. സോ ഇത് എഴുതേണ്ടത് എവിടെ തന്നെ? നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നമ്മൾ നോട്ട്സ് വരഞ്ഞ് ഡിപ്രിസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ്റെ നോട്ട് വരഞ്ഞ് അതിൻ്റെ അകത്ത് ഡിപ്രിസിയേഷൻ എക്സ്പെൻസിനോ ഡിപ്രിസിയേഷൻ എന്ന് എഴുതി അവിടെ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കണം. ദിസ് ഈസ് 8,000 ആൻഡ് മെഷീനറി 12,000. അങ്ങനെ നമുക്ക് 20,000 കിട്ടും. ഓക്കെ, അല്ലാണ്ട് ഇത് രണ്ട് സ്ഥലത്ത് കൊണ്ടുപോയി എഴുതരുത്. ഓക്കെ, നൗ നെക്സ്റ്റ് ഐറ്റം ബാഡ് ഡെറ്റ്. ഓക്കെ, ബാഡ് ഡെറ്റ് ട്രയൽ ബാലൻസിൽ തന്നാൽ എവിടെ എടുക്കണം? അതർ എക്സ്പെൻസിൽ എടുക്കണം. നെക്സ്റ്റ് കം ഇൻട്രസ്റ്റ് എക്രൂഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്.
ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് എൻ്റെ കമ്പനി ഒരു പെർട്ടിക്കുലർ ഒരു ഇൻസ്ട്രുമെൻറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തു, അതിൽ നിന്ന് എനിക്ക് ഇൻട്രസ്റ്റ് കിട്ടി. എക്രൂഡ് ഇൻട്രസ്റ്റ്, ദാറ്റ് ഈസ് എൻ ഇൻകം. അസെറ്റ് നോക്കിയാട്ടെ നിങ്ങൾ, ഡെബിറ്റിലാണ് തന്നത്. സോ ഇറ്റ് ഈസ് എൻ അസെറ്റ്. സോ ദിസ് ഈസ് ആൻ ഇൻകം, അക്രൂഡ് ഇൻകം, അല്ലെങ്കിൽ അക്രൂഡ് ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് എൻ അസെറ്റ്, റൈറ്റ്? സോ അക്രൂഡ് ഇൻകം നിങ്ങൾ എവിടെ കാണിക്കണം മക്കളെ? എടുത്ത് നോക്കിയാട്ടെ ഞാൻ അക്രൂഡ് ഇൻകത്തിൻ്റെ നോട്ട് തന്നത്. ഓക്കെ, നോക്കിയില്ലേ? കറണ്ട് അസറ്റിനകത്ത് അതർ കറണ്ട് അസറ്റിൽ നമ്മളിത് കാണിച്ചിരിക്കണം. ഓക്കെ, അടുത്തത് 12,000 ഷെയർ ഓഫ് റുപ്പീസ്, ഷെയർസ് ഓഫ് എ ലിമിറ്റഡ് റുപ്പീസ് 8 പെയ്ഡ് അപ്പ് 1,20,000. അപ്പം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊരു അസറ്റാണ്. എവിടെ എഴുതണമെന്ന് ചോദിച്ചാൽ എല്ലാവരും ഫോമാറ്റ് എടുക്കുക. നോൺ കറണ്ട് അസറ്റിനകത്ത് നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ അസറ്റ് എന്ന് പറഞ്ഞ ഒരു ഹെഡ് കാണാം, എച്ച് എന്നങ്ങാണ്ട് എഴുതിയിട്ട്. അതിനകത്ത് ഒന്നാമത്തെ ആളാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്. ഈ ഇൻവെസ്റ്റ്മെൻറ്റിനകത്ത് വേണം ആ പർട്ടിക്കുലർ ഷെയർ എഴുതാൻ. നമ്മൾ കമ്പനി ഷെയറിലാണ്, ഇക്വിറ്റി ഷെയറിലാണ്, ഡിബെഞ്ചറിലാണ്, എന്തിലായിക്കോട്ടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അങ്ങോട്ട് പോയി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ ഹെഡിനകത്ത് വരണം. ഓക്കെ, നൗ നെക്സ്റ്റ് ഐറ്റം ഡിബെഞ്ചർ ഇൻട്രസ്റ്റ് ആണ്. ഡിബെഞ്ചർ ഇൻട്രസ്റ്റ് വന്ന സ്ഥിതിക്ക് നമുക്ക് ആ ഡിബെഞ്ചർ ഇൻട്രസ്റ്റിനെ പറ്റിയിട്ടുള്ള ഫുള്ളായിട്ടുള്ള കാൽക്കുലേഷൻ ചെയ്തിട്ട് തിരിച്ചു പോവാം. അപ്പോൾ ഞാനിവിടെ എഴുതുവാണ്. ഡിബെഞ്ചർ ഇൻട്രസ്റ്റ് തന്നിരിക്കുന്നത് 28,000. ക്വസ്റ്റ്യൻ മുഴുവൻ ഒന്ന് ഓടിച്ചിട്ട് വായിച്ചു ഞാൻ. സോ എനിക്ക് മനസ്സിലായി യോർ ക്രെഡിറ്റ് സൈഡിൽ 14% ഡിബെഞ്ചർ എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. 14% ഡിബെഞ്ചർ ഓഫ് ₹2 lakh. അതിൻ്റെ തൊട്ട് താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചർ അക്രൂഡ് ബട്ട് നോട്ട് ഡ്യൂ, ദാറ്റ് ഇസ് അക്രൂഡ് ഇൻട്രസ്റ്റും കാണാൻ പറ്റുന്നുണ്ട് 14,000. ഓക്കെ, സോ ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ 1 ഇയറിൻ്റെ വരണം. സോ നോക്കിയേ 14%ൻ്റെ 2 lakhൻ്റെ 14% കണ്ടു നോക്കിയേ എല്ലാവരും, നിങ്ങൾക്ക് 28,000 കിട്ടും. സോ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ 28,000 വരണം. ആ 28,000 ആണ് മക്കളെ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ ഓക്കെ, നൗ സ്വതവേ ഇൻട്രസ്റ്റ് പെയ്ഡാ തരിക. ബട്ട് ട്രയൽ ബാലൻസിനകത്ത് ബിക്കോസ് ഇത് അഡ്ജസ്റ്റ്മെൻറ്റിൽ അല്ലാത്തതുകൊണ്ടാണ് ഇവിടെ. എനിവേ കൺഫ്യൂഷൻ ഒന്നും വേണ്ട. 1 ഇയറിൻ്റെത് കംപ്ലീറ്റ് ആയിട്ട് എവിടെ വരണം? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് P&L അക്കൗണ്ടിൽ വരണം. വന്നു. ഇനി ഇത് ഇയാൾ എവിടെ വരണം? അതർ കറണ്ട് ലാബിലിറ്റിക്കകത്ത് വരണം. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്. ഇനി ഇതെവിടെ വരണം? 2 lakh. ഈ 14% ഡിബെഞ്ചർ ഓഫ് ₹2 lakh ഫൈനാൻഷ്യൽ ലാബിലിറ്റിക്കകത്ത് ബോറോയിങ്സിൽ വരണം. ഓക്കെ ആണ്. സോ ഡിബെഞ്ചറിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഈ ക്വസ്റ്റ്യനിലുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഡിബെഞ്ചർ ഇൻട്രസ്റ്റിൻ്റെ നേരെ താഴെ ലൂസ് ടൂൾ ആണ്. ഇൻവെൻട്രി എന്ന് പറയുന്ന ഹെഡിനകത്താണ് ലൂസ് ടൂൾ. നിങ്ങൾ അതിൻ്റെ നോട്ട് നോക്കിയാൽ മതി. ഇൻവെൻട്രിക്കകത്ത് കുറേ സാധനങ്ങൾ ഞാൻ എഴുതി തന്നിട്ടുണ്ട്. അതിലൊരാൾ നമ്മുടെ ലൂസ് ടൂൾ ആയിരിക്കും. നെക്സ്റ്റ് ഇസ് അഡ്വാൻസ് ടാക്സ്. അഡ്വാൻസ് ടാക്സ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. എവിടെയാണ് വരിക അഡ്വാൻസ് ടാക്സ്? നിങ്ങൾക്ക് ഒന്നുകിൽ നമ്മുടെ കറണ്ട് അസറ്റിൻ്റെ അണ്ടറിൽ വരുന്ന ലോൺസിൽ എഴുതാം, അല്ലെങ്കിൽ നമ്മുടെ ഫൈനാൻഷ്യൽ അസറ്റ്സിൽ വരുന്ന അതർ ഫൈനാൻഷ്യൽ അസറ്റ്സിൽ എഴുതാം. നിങ്ങളുടെ ഇഷ്ടം ഏതിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. ടെക്സ്റ്റ് ബുക്കിൽ ഇവിടെയാണ് എഴുതിയിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. നോക്കാം. അടുത്തത് സൺട്രി എക്സ്പെൻസ് ആണ്, അതർ എക്സ്പെൻസ് ആണ്. സൺട്രി എക്സ്പെൻസ്, അതർ എക്സ്പെൻസ്. നെക്സ്റ്റ് ഡെറ്റേഴ്സ് ആണ്. ഡെറ്റേഴ്സ് എവിടെയാണ് വരിക? നമ്മുടെ ട്രേഡ് റിസീവബിൾ, കറണ്ട് അസറ്റിൻ്റെ അണ്ടറിലെ ട്രേഡ് റിസീവബിൾ. അടുത്തത് ബാങ്ക് ആണ്. ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻറ്റിൽ എഴുതാം, അവിടെ എഴുതിക്കോ. ഇവിടെ എല്ലാത്തിലും അതാ ഫോളോ ചെയ്തിരിക്കുന്നത്. അടുത്തത് സെയിലാണ്. സെയിൽ നമുക്കറിയാം എവിടെ എഴുതേണ്ടതെന്ന്. റവന്യൂവിൽ ഫസ്റ്റ് ഐറ്റം, റൈറ്റ്? സാലറി ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള ഏതൊരു എക്സ്പെൻസും ട്രയൽ ബാലൻസ് തരുവാണെങ്കിൽ അത് നമ്മൾ ബാലൻസ് ഷീറ്റിനകത്ത് അതർ കറണ്ട് ലാബിലിറ്റിയിൽ എഴുതണം. അടുത്തത് നമ്മുടെ പ്രൊവിഷൻ. ഇനി നമുക്ക് പ്രൊവിഷൻ്റെ കാര്യം പറയാം. പ്രൊവിഷൻ ട്രയൽ ബാലൻസിൽ തരുന്ന പ്രൊവിഷൻ ഓൾഡ് പ്രൊവിഷൻ ആണ്. സോ ഹൗ മച്ച് ഈസ് ദ ഓൾഡ് പ്രൊവിഷൻ? 3,000. ഓക്കെ. പിന്നെ നമുക്ക് ഇതിനോട് റിലേറ്റ് ചെയ്ത് പറയേണ്ട ആൾ ബാഡ് ഡെറ്റ് ആണ്. ബാഡ് ഡെറ്റ് തന്നിട്ടുണ്ട്, മുമ്പേ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. സോ ബാഡ് ഡെറ്റ് 6,000, അതും ഞാനിവിടെ എഴുതുകയാണ്. ഓക്കെ. ഇനി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഫുള്ളായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ടായി. അപ്പോൾ എനിക്ക് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റിൽ നമ്പർ ബി ഡൗട്ട്ഫുൾ ഡെറ്റ്സ് 4%.
പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം 4% ഓൺ ഡെറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട് പ്രൊവിഷൻ. സോ ദാറ്റ് ഈസ് ന്യൂ പ്രൊവിഷൻ. അപ്പോൾ ഞാൻ ഡെറ്റർ എടുത്തു. ഡെറ്റർ 1,25,000 ആണ്. അതിൻ്റെ 4% കാണാം. 5,000 അല്ലേ വരിക. അപ്പോൾ ആ 5,000 എടുക്കുക. 5,000. ദിസ് ഈസ് അവർ ന്യൂ പ്രൊവിഷൻ. എന്താ ഞാൻ ചെയ്യാൻ പറഞ്ഞത്? ഇത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് P&L അക്കൗണ്ടിൽ എക്സ്പെൻസിൽ കാണിക്കണം. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആർ ലോസിൽ എക്സ്പെൻസിൽ കാണിക്കണം. ഇത് എക്സ്പെൻസ് എന്ന് സെയിം എല്ലാം അതർ എക്സ്പെൻസ് കാണിക്കണം. ഇത് അതർ എക്സ്പെൻസ് എന്ന് മൈനസ് ചെയ്യണം. ഇത് അതർ എക്സ്പെൻസിൽ എഴുതണം, ആഡ് ചെയ്യണം. സോ ഇതാണ് നമ്മുടെ പ്രൊവിഷൻ്റെ ട്രീറ്റ്മെൻറ്റ്. ഓക്കെ ആണേ. ഓക്കെ. ബാഡ് ഡെറ്റ് ഇത് ട്രയൽ ബാലൻസിൽ തന്നുകൊണ്ടാണ് ഇങ്ങനെ, അല്ലെങ്കിൽ എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഹെഡും കംപ്ലീറ്റ് ആവും. നൗ അടുത്തത് ഷെയർ ക്യാപിറ്റൽ. നമ്മൾ ഓൾറെഡി പറഞ്ഞു ജനറൽ റിസർവ് ആണ്. ഏത് റിസർവ് ആയിക്കോട്ടെ അത് നമ്മൾ റിസർവ്സ് എന്ന് പറഞ്ഞ ഹെഡിൽ എഴുതണം. നോട്ട്സിൽ റിസർവ്സ് എന്നുള്ള ഹെഡിനകത്ത് എഴുതണം. നെക്സ്റ്റ് വരുന്നത് P&L അക്കൗണ്ട് ആണ്. സി അത് നമ്മൾ എഴുതേണ്ടത് ഞാനിവിടെ എഴുതുന്നുണ്ട്. സർപ്ലസ് എന്ന് പറഞ്ഞ ഹെഡിനകത്ത് ഈ വർഷത്തെ പ്രോഫിറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് കിട്ടും. പ്രോഫിറ്റ് ഫോർ ദ ഇയർ അല്ലെങ്കിൽ ഓഫ് ദ ഇയറിന് ആഡ് ചെയ്യണം. ലാസ്റ്റ് ഇയറിൽ ഓൾഡ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലാസ്റ്റ് ഇയറിലെ പ്രോഫിറ്റ്. ഓക്കെ, അത് നമ്മൾ ഇവിടുന്ന് ആഡ് ചെയ്യണം. സോ ആ P&L അക്കൗണ്ട് ഇവിടെ നമ്മൾ കാണിക്കണം 25,000. ഓക്കെ. ഈ സർപ്ലസ് അക്കൗണ്ടിൻ്റെ ഒരു പ്രോബ്ലം ഞാൻ വേറെ തന്നെ ചെയ്തുതരാം കേട്ടോ. അതായത് ഒരു കുട്ടി എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് കംസ് ക്രെഡിറ്റർ ആണ്. ക്രെഡിറ്റർ ഇസ് എ ട്രേഡ് പേബിൾ അല്ലേ. കറണ്ട് ലാബിലിറ്റിക്കകത്ത് ട്രേഡ് പേബിൾ. അടുത്തത് പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ. പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ ട്രയൽ ബാലൻസിൽ തന്ന ഏതിനാണോ തന്നത് ആ അസറ്റിന്ന് അത് നമ്മൾ ബാലൻസ് ഷീറ്റിനകത്തിട്ട് മൈനസ് ചെയ്യണം. അതായത് നോട്ട്സിൽ ബിൽഡിംഗ് പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റിൽ ബിൽഡിങ്ങിന് നമ്മൾ ഈ പർട്ടിക്കുലർ 50,000 ലെസ് ചെയ്യണം. അപ്പോൾ ബിൽഡിങ്ങിൻ്റെ വാല്യൂ 2,90,000 ആണ്. ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിയാൽ മതി. ആ 2,90,000 ഈ 50,000 മൈനസ് ചെയ്യണം. ഓക്കെ, ഐ എം അഗെയിൻ റിപ്പീറ്റിംഗ്. ഈ 20,000 കൊണ്ടുപോയി അവിടെ ഒന്നും എഴുതി വെക്കരുത്. ഇത് ട്രയൽ ബാലൻസിനകത്തുള്ള ഡിപ്രിസിയേഷൻ ആണ്. ഓൾറെഡി അത് അഡ്ജസ്റ്റ് ആയിട്ടുണ്ടാവും. പ്രൊവിഷനകത്ത് അഡ്ജസ്റ്റ് ആയിട്ടുണ്ടാവും. എനിവേ ഡീറ്റെയിലിങ്ങിലേക്ക് പോകുന്നില്ല. പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ അക്കൗണ്ട് പറയുമ്പോൾ അസറ്റിലുണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ കുറച്ച് പറയാനൊരു ടോപ്പിക്കാണ്. ബട്ട് ഹോപ്പ്ഫുള്ളി അതൊന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ലായിരിക്കും നമുക്ക് വിചാരിക്കാം. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾ എന്തു ചെയ്യാം? മെഷീനറീൻ്റെ വാല്യൂ എഴുതുക. അതിൽ നിന്ന് 55,000 മൈനസ് ചെയ്ത് കാണിക്കണം. 14% ഡിബഞ്ചർ നമ്മൾ പറഞ്ഞു. ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ എക്രൂഡ് നമ്മൾ പറഞ്ഞു. അടുത്തത് ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റിന് ഇൻട്രസ്റ്റ് കിട്ടി. എക്രൂഡ് ഔട്ട്സ്റ്റാൻഡിങ് ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടല്ലോ. അപ്പോൾ എന്താ അത്? നമ്മുടെ ഇൻകം ആണ്. അതർ ഇൻകം. ഇൻട്രസ്റ്റ് കിട്ടി, അതർ ഇൻകം ആണ്. അതർ ഇൻകത്തിൽ കാണിക്കണം. നെക്സ്റ്റ് ഇസ് അൺക്ലെയിംഡ് ഡിവിഡൻഡ് അതർ കറണ്ട് ലാബിലിറ്റി നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായി. നൗ അഡ്ജസ്റ്റ്മെൻറ്റിൽ എന്തെങ്കിലും ഒഴിവായി പോയിട്ടുണ്ടോ നമുക്കൊന്ന് റീചെക്ക് ചെയ്യാം. ക്ലോസിംഗ് സ്റ്റോക്ക് ഇസ് മോർ ദാൻ ഓപ്പണിംഗ് സ്റ്റോക്ക് ചെയ്തു. പ്രൊവൈഡ് ബാഡ് ഡെറ്റ് നമ്മൾ ചെയ്തു. പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ് 50%. ഞാൻ പറയാം അതെന്താ ചെയ്യേണ്ടത്. ഡിപ്രിസിയേഷൻ എക്സ്പെൻസ് ഇൻക്ലൂഡ് ഇത് ഞങ്ങൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ലാസ്റ്റ് വൺ ശ്രദ്ധിച്ച് കേട്ടോളെ. ഡയറക്ടേഴ്സ് റെക്കമെൻഡ് എ ഡിവിഡൻഡ് ഓഫ് 25%. ഡയറക്ടർ റെക്കമെൻഡ് ചെയ്തു എന്ത്? ഡിവിഡൻഡ്. ദാറ്റ് ഈസ് പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് ആണ്. ഈ റെക്കമെൻഡ് ചെയ്ത ഡിവിഡൻഡിനെയാണ് നമ്മൾ പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് എന്ന് വിളിക്കുക. പ്രപ്പോസ്ഡ് ഡിവിഡൻഡിൻ്റെ ട്രീറ്റ്മെൻറ്റ് വെയിറ്റാ. സർപ്ലസ് എന്ന് ലെസ്സും ചെയ്തിട്ട് നമ്മൾ അതർ പ്രൊവിഷൻസിൽ അല്ലേ, കറണ്ട് പ്രൊവിഷൻസിൽ കാണിക്കണം അല്ലേ, ഷോർട്ട് ടേം പ്രൊവിഷൻസിൽ കാണിക്കണം. അങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. ആ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായി അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 4 ആണെന്ന് തോന്നുന്നു. നമുക്ക് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ലാസ്റ്റ് ചാപ്റ്റർ അവിടെ നമുക്ക് മേ ബി ആ സമയത്ത് നോക്കാം. ഞാൻ റീചെക്ക് ചെയ്യാനൊന്നും പോകുന്നില്ല. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 4 ആണെന്ന് തോന്നുന്നു. അത് അമെൻഡ് ചെയ്തിട്ടാണ് പ്രപ്പോസ്ഡ് ഡിവിഡൻറ്റിനെ ലാബിലിറ്റി എന്ന് പറയുന്ന ഡെഫിനേഷനിൽ ഒന്നും നമുക്ക് ഈ പ്രപ്പോസ്ഡ് ഡിവിഡൻറ്റിനെ പെടുത്താൻ പറ്റുന്നുണ്ടായിട്ടില്ല. സോ അതിനെ നമ്മൾ ഔട്ടാക്കിയിട്ടുണ്ടായി ലാബിലിറ്റിന്ന്. ഓക്കെ, ഇറങ്ങിപ്പോടോ എന്ന് പറയുന്നില്ലേ, അതേപോലെ. അതുകൊണ്ട് തന്നെ അത് നമ്മൾ എവിടെ കാണിക്കുന്നുണ്ടായി? കണ്ടിജന്റ് ലാബിലിറ്റി ആൻഡ് കമ്മിറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് നോട്ട്സിൽ, നമ്മളെ ബാലൻസ് ഷീറ്റിൻ്റെ നോട്ട്സ് ഉണ്ടല്ലോ, ആ നോട്ട്സിനകത്ത് ഏറ്റവും ലാസ്റ്റത്തെ നോട്ടായിട്ട് കണ്ടിജന്റ് ലാബിലിറ്റി ആൻഡ് കമ്മിറ്റ്മെൻറ്റിനകത്താണ് പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് നമ്മൾ എഴുതി ചേർക്കുന്നത്.
ഓക്കെ, ഞാനൊരു കൺക്ലൂഷൻ അല്ല, ഞാനൊരു പറയാം. നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റിനകത്താണ് പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് നിങ്ങൾ കണ്ടതെങ്കിൽ ഒന്നും നോക്കണ്ട, നമ്മൾ കണക്ക് ചെയ്യുന്നതിൻ്റെ ഒരു സ്ഥലത്തും ഇതിനെ എടുക്കണ്ട. യു ടേക്ക് ഇറ്റ് ഇൻ നോട്ട്സിൽ കണ്ടിജൻറ്റ് ലാബിലിറ്റി ആൻഡ് കമ്മിറ്റ്മെൻറ്റ്, ഏറ്റവും ലാസ്റ്റ് നോട്ട്, ബാലൻസ് ഷീറ്റിൻ്റെ നോട്ട്സ് എഴുതുമ്പോൾ ഏറ്റവും ലാസ്റ്റ് നോട്ടിനകത്ത് കണ്ടിജൻറ്റ് ലാബിലിറ്റി ആൻഡ് കമ്മിറ്റ്മെൻറ്റിൽ പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഇതെങ്ങനെ കാൽക്കുലേഷൻ എന്ന് പറയാം, അതിവിടെ എഴുതിയാൽ മതി. ഓക്കെ, വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, തിയറി പാർട്ടിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. എനിവേ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതായിരിക്കും അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവാം. ഓക്കെ, അപ്പം പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് 25%. പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇവിടെ നമുക്ക് ഷെയർ ക്യാപിറ്റലിനകത്ത് 2 ക്യാപിറ്റൽ ഇസ് ദർ, റൈറ്റ്? ഓതറൈസ്ഡ് ക്യാപിറ്റൽ, ഇഷ്യൂഡ് ക്യാപിറ്റൽ. അപ്പോൾ 25%ആണ് കാണേണ്ടത്. ഇതിൻ്റെ 25% വേണോ ഇതിൻ്റെ 25% വേണോ എന്നാണ്. ഇഷ്യൂഡിൻ്റെ 25% വേണം എടുക്കാൻ. ഇനി ഇഷ്യൂഡ് കഴിഞ്ഞിട്ട് ഇവിടെ പെയ്ഡപ്പ് ഉണ്ടെങ്കിൽ പെയ്ഡപ്പിൻ്റെ മുകളിൽ വേണം 25% കാണാൻ. ഓക്കെ, ഈ കണക്കിൽ ഇപ്പോൾ നമുക്ക് ഈ 2 lakh ഉള്ളൂ. അപ്പോൾ 2 lakhൻ്റെ 25% കാണാം, 50,000 അല്ലേ? ഈ 50,000 ആണ് ഇവിടെ കണ്ടിജൻറ്റ് ലാബിലിറ്റി ആൻഡ് കമ്മിറ്റ്മെൻറ്റിൻ്റെ അണ്ടറിൽ നിങ്ങൾ കൊണ്ടുപോയി എഴുതണം. ഓക്കെ, തീർന്നല്ലോ. ഓക്കെ, ഇനി നിങ്ങൾ ഇരുന്ന് ചെയ്ത് ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ സ്ക്രീനിനകത്ത് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് കാണാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് കാണാൻ പറ്റുന്നുണ്ടാവും. അതിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കിട്ടും. എങ്ങനെ? റവന്യൂക്കകത്തുനിന്ന് എക്സ്പെൻസ് മൈനസ് ചെയ്തിട്ട് ആ കിട്ടുന്ന ആൻസർ, അതായത് ഇവിടെ കിട്ടിയിരിക്കുന്ന 1,52,000, അവിടെ ഞാനൊരു സൈൻ വെച്ചേക്കാം. അതിൽ നിന്ന് അതിൻ്റെ 50% ടാക്സ്. അപ്പോൾ അതിൻ്റെ 50 എന്ന് പറയുമ്പോൾ 76,000 പ്രൊവിഷൻ ഫോർ ടാക്സ് എന്ന് പറഞ്ഞ് എഴുതിയത് കാണാം. ഈ പ്രൊവിഷൻ ഫോർ ടാക്സ് അപ്പം തന്നെ എടുത്തിട്ട് എവിടെ എഴുതണം? കറണ്ട് പ്രൊവിഷനകത്ത് കൊണ്ടുപോയി എഴുതണം. മറന്നു പോകും കുട്ടികളെടുത്ത്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പം തന്നെ എടുത്തിട്ട് കറണ്ട് ലാബിലിറ്റിക്കകത്തുള്ള കറണ്ട് പ്രൊവിഷൻസ് അകത്ത് കൊണ്ടുപോയി എഴുതണം. നെക്സ്റ്റ് അത് ലെസ് ചെയ്താൽ നമുക്ക് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കിട്ടും 76,000. ഇനി ഇവിടെ ശ്രദ്ധിച്ചോളെ, ഈ ക്വസ്റ്റ്യനിൽ ഏർണിംഗ് പെർ ഷെയർ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഏർണിംഗ് പെർ ഷെയർ, ഒരു ഷെയറിൻ്റെ ഏർണിംഗ് പെർ ഷെയർ കാൽക്കുലേറ്റ് ചെയ്യുക പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൻ്റെ മുകളിലാണ്. അതായത് പാറ്റ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ ഈ നമ്മൾ ഏർണിംഗ് ആഫ്റ്റർ ടാക്സ് പറയാം. പാറ്റ്, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. ഈ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 76,000 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? ഏർണിംഗ് പെർ ഷെയർ കിട്ടി. നമ്പർ ഓഫ് ഷെയർ എടുക്കുമ്പം ഇവിടെ 5,000 ഷെയർ ഉണ്ട്, ഇവിടെയോ 2,000 ഷെയർ ഓഫ് ₹100 ഈച്ച്. ഒരു ഷെയറിന് 100 ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഈ 2,000 വേണം എടുക്കാൻ, ഓതറൈസ്ഡ് എടുക്കരുത്. ഓക്കെ, ഇനി പെയ്ഡപ്പ് ഉണ്ടെങ്കിൽ പെയ്ഡപ്പിൻ്റെ നമ്പർ ഓഫ് ഷെയർ വേണം എടുക്കാൻ. ഓക്കെ, അപ്പോൾ ഞങ്ങളിവിടെ 2,000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്രയാണോ കിട്ടുക? 38 റൈറ്റ്? 38 നമുക്ക് ഏർണിംഗ് പെർ ഷെയർ കിട്ടും. ഓക്കെ, സോ അത് കാണാം. ഇനി അതിൻ്റെ നോട്ട്സ് ഞാൻ അവിടെ സ്ക്രീനിൽ ഇപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒക്കെ നോട്ട്സ് കാണുന്നുണ്ട്. ഞാനിതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതാണ് മക്കളെ. ഓക്കെ, അപ്പം ഇനി നിങ്ങൾക്കിപ്പം നമ്മുടെ ബാലൻസ് ഷീറ്റിൻ്റെ നോട്ട് സ്ക്രീനിനകത്ത് കാണാം. ഓക്കെ, ബാലൻസ് ഷീറ്റിൻ്റെ നോട്ടിൽ 9ാമത്തെ പോയിൻ്റ് ഒന്ന് നോക്കിയേ. സർപ്ലസിനകത്ത് കണ്ട ആ നമ്മുടെ പ്രോഫിറ്റ് ഇങ്ങോട്ടേക്ക് എടുത്തെഴുതണം. ഏത് പ്രോഫിറ്റ്? പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. ഓക്കെ, 76,000 പിന്നെ നമ്മുടെ ബിഗിനിങ്ങിലുള്ള 25,000 കൂടെ ആഡ് ചെയ്തിട്ടാണ് അത് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഞാൻ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, ഇനി നോക്കിയേ ഇപ്പോഴത്തെ നോട്ട്സിൽ നിങ്ങൾക്ക് ആ 21 എന്ന് പറഞ്ഞിട്ട് നോട്ട് കാണാം. കണ്ടിജൻറ്റ് ലാബിലിറ്റി ആൻഡ് കമ്മിറ്റ്മെൻറ്റ് കണ്ടല്ലോ. അതിൽ കമ്മിറ്റ്മെൻറ്റിനകത്ത് വേണം പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് എഴുതാൻ. ഓക്കെ, എപ്പോഴും അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇങ്ങനെ പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് കണ്ടാൽ നമ്മൾ കണ്ടിജൻറ്റ് ലാബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്താൽ മതി. Now you can see the balance sheet there on the screen. ബാലൻസ് ഷീറ്റിനകത്തും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്.
ഏറ്റവും താഴെ 21ാമത്തെ നോട്ടായിട്ട് ബാലൻസ് ഷീറ്റൊക്കെ ടോട്ടൽ ചെയ്തതിന് ശേഷം നമ്മുടെ ഏറ്റവും താഴെ 21st നോട്ടിൽ നമ്മൾ കണ്ടിജന്റ് ലയബിലിറ്റി ആൻഡ് കമ്മിറ്റ്മെൻറ്റ് 50,000 കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു പ്രോബ്ലം. ഞാൻ ഇനി നെക്സ്റ്റ് പ്രോബ്ലം പറയാം. ഈ പ്രോബ്ലം മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ബിക്കോസ് ഞാനൊന്നും ചെയ്തിട്ടില്ല, സോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്തൊന്ന് പറയാം. ഓക്കെ.